ഹായ് ഓൾ, വെൽക്കം ടു ലേൺവൈസ്. ലേൺവൈസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ യൂണിറ്റ് ഫസ്റ്റിന്റെ ഫുഡ് ഫണ്ടമെന്റൽസ് ആൻഡ് കെമിസ്ട്രി എന്ന് പറയുന്ന നമ്മുടെ പേപ്പറിൽ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഫുഡ് ബേസിക്സിന്റെ ഒരു പാർട്ട് ക്ലാസ് കഴിഞ്ഞു. അപ്പൊ നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് പോവാണ്. ഇത് ലാസ്റ്റ് പാർട്ടാണ്. 2 പാർട്ടായിട്ടാണ് നമ്മൾ ഈ യൂണിറ്റ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെയാ പറഞ്ഞേ? ലാസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. നമ്മള് ഫുഡ് ചെയിന്, ഫുഡ് സേഫ്റ്റി, അതുപോലെ മെയിൻ ആയിട്ടും പഠിച്ചത് ഫുഡ് കോൺസ്റ്റിറ്റ്യുവൻസും അതുപോലെ തന്നെ ഫുഡിന്റെ ഫങ്ഷൻസും ആണ്. ഫുഡ് കോൺസ്റ്റിറ്റ്യുവൻസ് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞു. 6 കോൺസ്റ്റിറ്റ്യുവൻസ് അല്ലെങ്കിൽ മെയിൻ ആയിട്ടും 6 കമ്പോണൻസ് ഓഫ് ഫുഡ് ആണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു ഓർത്തിട്ട്? കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, ലിപ്പിഡ്സ് ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്? വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, മോയ്സ്ചർ ഉണ്ട്. അങ്ങനെ 6 കമ്പോണൻസ് ഓഫ് ഫുഡ് ആണ് നമ്മൾ പറഞ്ഞത്. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോയിട്ടില്ല. നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ അതൊക്കെ പഠിക്കും. നമ്മൾ ലാസ്റ്റ് എന്താ പറഞ്ഞ? സാക്രഡ് ഫുഡ്സ് ആൻഡ് ടാബൂസ് ഒക്കെ പറഞ്ഞു. ഹലാൽ ആയിട്ടുള്ള ഫുഡ് ഏതൊക്കെയാണ്, ഹറാം ആയിട്ടുള്ള ഫുഡ് ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഇപ്പൊ നോക്കാൻ പോകുന്നത് ഫുഡ് ആസ് സോഴ്സ് ഓഫ് ന്യൂട്രിയൻസ്. ഫുഡ് എങ്ങനെയാണ് നമ്മുടെ സോഴ്സ് ഓഫ് ന്യൂട്രിയൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? ഫുഡ് സോഴ്സ് ഓഫ് ന്യൂട്രിയന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ന്യൂട്രിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ന്യൂട്രിയൻസ് ഫുഡിൽ അലൈൻ ചെയ്തിരിക്കുന്നത് ഇൻ ദ ഫോം ഓഫ് കെമിക്കൽ കോമ്പൗണ്ട്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ഫുഡ് ഒരു സോഴ്സ് ഓഫ് ന്യൂട്രിയൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ there are 4 essential groups of food. മെയിൻ ആയിട്ടും 4 essential group of foods ആണ് ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ എത്രയാണ്? 6 കമ്പോണൻസ് ഓഫ് ഫുഡ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പൊ പറയുന്നത് എന്താണ്? 4 essential ഗ്രൂപ്പ് ഓഫ് ഫുഡ്സ് ആണ് ഉള്ളത്. ഇതിലൊന്നുമില്ല, നമ്മുടെ കമ്പോണൻസിന് ജസ്റ്റ് മാറ്റിയിരിക്കുന്നത് മോയ്സ്ചർ മാത്രമേ ഉള്ളൂ. മോയ്സ്ചർ അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ് അത് നമ്മൾ മാറ്റി. വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് ന്യൂട്രിയൻ സപ്ലൈ ചെയ്യുന്ന ഒന്നായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷെ വാട്ടർ നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്, അത്യാവശ്യമാണ്. നമ്മൾ വാട്ടർ ഇൻടേക്ക് കൊടുത്തേ പറ്റുള്ളൂ. പക്ഷെ വാട്ടർ എന്ന് പറയുന്നത് ഒരു സോഴ്സ് ഓഫ് ന്യൂട്രിയന്റ് അല്ല. അപ്പൊ നമ്മുടെ സോഴ്സ് ഓഫ് ന്യൂട്രിയന്റ് ആരൊക്കെയാണ്? ബാക്കിയുള്ള 5 കമ്പോണൻസ്. 5 കമ്പോണൻസ് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, പിന്നെ വൈറ്റമിൻസും മിനറൽസും ആണ് 4ഉം 5ഉം. ആ 4ഉം 5ഉം നമ്മൾ ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, വൈറ്റമിൻസും മിനറൽസും. അങ്ങനെ നമുക്ക് എത്ര കമ്പോണൻസ് കിട്ടി? എത്ര എസെൻഷ്യൽ കമ്പോണൻസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ഓഫ് ഫുഡ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്? 4. അതിൽ ഏതൊക്കെയാണ് നോക്കി? കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റമിൻസ് ആൻഡ് മിനറൽ റിച്ച് ഫുഡ് ഉണ്ട്. ഇതാണ് പറയുന്നത്. നമുക്ക് അതിൽ ഓരോ ഫുഡിനെ പറ്റിയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ആണ് കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ്. എന്താണ് കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ് എന്ന് പറയുന്നത്? ഇവിടെ ഞാൻ കുറച്ച് ഹൈ കാർബ് ആയിട്ടുള്ള ഫുഡ്സിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ക്വിനോവ, ഓട്സ്, ബനാന, സ്വീറ്റ് പൊട്ടറ്റോ, ഓറഞ്ച്, ബ്ലൂബെറി. ജനറലി പറയുകയാണെങ്കിൽ സിറിയൽസ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്. ഇതൊക്കെ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആണ്. എല്ലാ ഫ്രൂട്ടും അല്ലെങ്കിൽ എല്ലാ വെജിറ്റബിളും കാർബോഹൈഡ്രേറ്റ് റിച്ച് ആണെന്നല്ല പറയുന്നത്. ചില ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ്, ചില വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ചില സിറിയൽസ് എല്ലാം നമുക്ക് കാർബോഹൈഡ്രേറ്റ് റിച്ച് ആണെന്ന് പറയാൻ പറ്റില്ല. ഓരോ ഫുഡിനനുസരിച്ചും കമ്പോണൻസ് വേരി ചെയ്യും. നമ്മൾ എന്തിനാണ് കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സഡൻ റിലീസ് ഓഫ് എനർജിയാണ്. നമ്മൾ പ്രോട്ടീൻ കഴിച്ചിട്ടോ ഫാറ്റ് കഴിച്ചിട്ടോ ഉള്ള എനർജി അല്ല നമുക്ക് കാർബ് കഴിക്കുമ്പോൾ കിട്ടുന്നത്. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? എത്ര കിലോ കാലറീസ് എനർജിയാണ് 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഉള്ളത്? എത്രയാണ്? 4 കിലോ കാലറീസ് എനർജിയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ 16 കിലോ ജൂൾ എനർജിയാണ് കിട്ടുന്നത്. ഈ കാർബിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്, നമ്മൾ കഴിക്കുന്ന ഉടനെ പെട്ടെന്ന് അതിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. നമുക്ക് പെട്ടെന്ന് തന്നെ എനർജി കിട്ടും. നമ്മളിപ്പോ ഒരു ഹാർഡ് വർക്ക് ചെയ്തിട്ട് ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ ഒരു കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ബോഡിയിലേക്ക് എനർജി റിലീസ് വരും. നമുക്കൊരു ഉന്മേഷവും ഒരു ഊർജവും ഒക്കെ കിട്ടുമെന്ന് പറയാം. അതാണ് കാർബോഹൈഡ്രേറ്റിന്റെ ജോലി. ഇനി നമ്മൾ കാർബോഹൈഡ്രേറ്റ് പറഞ്ഞില്ലേ, CHO ഗ്രൂപ്പാണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ അടങ്ങിയിട്ടുള്ള ഗ്രൂപ്പാണ്. കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ്. പിന്നെ അതിന്റെ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇനി നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ്സ് കഴിച്ചു. നമ്മളൊരു ഇവിടെ പിക്ചറിലോട്ടേക്ക് നമുക്കൊരു ബനാന എടുക്കാം. നമ്മൾ ഒരു 2-3 ബനാന കഴിച്ചു. ബനാന കഴിച്ചപ്പോൾ എന്താണ്? ആ ബനാനയിലുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയിലേക്ക് എത്തി. നമ്മുടെ ബോഡി അതിനെ അബ്സോർബ് ചെയ്തു. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ ബോഡിയുടെ ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ മെറ്റബോളിസം അല്ലെങ്കിൽ ഡൈജഷൻ നടക്കുന്ന വഴി അവർ എന്ത് ചെയ്യും? ഈ ബനാനയിലുള്ള കാർബോഹൈഡ്രേറ്റ്സിനെ സിമ്പിൾ മോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അവസാനം അവരെ ആരാക്കി മാറ്റും? ഗ്ലൂക്കോസ് ആക്കി മാറ്റും. കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റിനെ കൺവേർട്ട് ചെയ്ത് സിംപ്ലർ ന്യൂട്രിയൻസ് ഇൻ ദി ഫോം ഓഫ് ഗ്ലൂക്കോസ് ആക്കി മാറ്റുകയാണ് കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന കൺവേർഷൻ എന്ന് പറയുന്നത്.
നമ്മൾ കാർബ് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഗ്ലൂക്കോസ്. ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയല്ല ചെയ്യുന്നത്, കാർബോഹൈഡ്രേറ്റിനെ കൺവേർട്ട് ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഗ്ലൂക്കോസ് പെട്ടെന്ന് ഇങ്ങനെ റിലീസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് എനർജി കിട്ടുന്നത്. അങ്ങനെ ഗ്ലൂക്കോസ് കിട്ടി. ഈ ഗ്ലൂക്കോസ് നമ്മൾ അപ്പം എന്തെങ്കിലും ജോലി ചെയ്യുകയാണ്, എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്ലൂക്കോസ് നമുക്ക് എനർജി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇല്ല നമ്മൾ വെറുതെ ഇരിക്കുകയാണ്, കിടന്നുറങ്ങുകയാണ്, പ്രത്യേകിച്ച് നമ്മുടെ ബോഡിയുടെ ഇന്റേണൽ ഫംഗ്ഷൻ മാത്രമേ നടക്കുന്നുള്ളൂ, വലിയ എനർജി ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? ഈ ഗ്ലൂക്കോസിനെ നമ്മുടെ ലിവറിലും മസിലിലും കൊണ്ടുപോയിട്ട് ഗ്ലൈക്കോജൻ ആയിട്ട് സ്റ്റോർ ചെയ്യും. ഏതാണ്? ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് ഗ്ലൈക്കോജൻ ആക്കി മാറ്റിയിട്ട് നമ്മുടെ ലിവറിലും മസിലിലും കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ലിവറിലും മസിലിലും കൊണ്ടുപോയിട്ട് ഗ്ലൈക്കോജൻ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇനി ഇത് പ്ലാന്റ്സിന്റെ കേസ് ആണെങ്കിൽ എടുത്ത് നോക്കിയേ. പ്ലാന്റ്സിന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാ? അവർക്ക് എന്തിനാണ് എനർജി വേണ്ടത്? മെയിൻ ആയിട്ട് അവർക്ക് ഫോട്ടോസിന്തസിസ് നടത്താൻ എനർജി വേണം. പിന്നെ എന്തിനാണ് എനർജി വേണ്ടത്? അവരുടെ സ്ട്രക്ചേഴ്സ് ബിൽഡപ്പ് ചെയ്യാനായിട്ട്. അവർക്ക് ലീഫ്, റൂട്ട്സ്, ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ ബിൽഡപ്പ് ചെയ്യാൻ നമ്മളെ പോലെ തന്നെ അവർക്ക് എനർജി വേണം. അവർക്ക് എക്സ്റ്റേണൽ ആക്ടിവിറ്റീസ് വലുതായിട്ടില്ലാന്നേ ഉള്ളൂ, ഇന്റേണൽ ആക്ടിവിറ്റീസ് നന്നായിട്ടുണ്ട്. അപ്പൊ അവർക്ക് എനർജി വേണം. ഇപ്പൊ പ്ലാന്റ്സിനും ഇപ്പൊ അവര് കാർബോഹൈഡ്രേറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നു. അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ, പ്ലാന്റ്സ് തന്നെ പ്രൊഡ്യൂസേഴ്സ് അല്ലേ പ്ലാന്റ്സ്. അപ്പൊ അവർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. അപ്പൊ അവർ ഗ്ലൂക്കോസ് ഇപ്പൊ ആവശ്യമില്ലാന്നിട്ട് അവർ എന്താക്കി കൺവേർട്ട് ചെയ്യുന്നു? സ്റ്റാർച്ച് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. സ്റ്റാർച്ച്. ഇപ്പൊ പ്ലാന്റ്സിന്റെ സ്റ്റോറേജ് ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് ഏതാണ്? സ്റ്റാർച്ച്. അനിമൽസിന്റെ സ്റ്റോറേജ് ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് ഏതാണ്? അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഏതാണ്? ഗ്ലൈക്കോജൻ. ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സിന്റെ കൂടെ വരുന്ന ഒരു ഗ്രൂപ്പാണ് നോൺ ഡൈജസ്റ്റബിൾ കാർബോഹൈഡ്രേറ്റ്സ്. എന്താണ്? കാർബോഹൈഡ്രേറ്റ്സിനെ പോലൊക്കെ തന്നെയാണ് ഇവരും, പക്ഷെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ കാർബോഹൈഡ്രേറ്റ്സ് പോലെ പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്തിട്ട് ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യുകയല്ല ഇവർ ചെയ്യുന്നത്. ഇവർക്ക് പ്രത്യേകിച്ച് ഡൈജഷൻ ഇല്ല, നന്നായിട്ട് നമ്മുടെ ബോഡി ഡൈജസ്റ്റ് ചെയ്യാത്തൊരു കാർബോഹൈഡ്രേറ്റ്സ് ആണ് നോൺ ഡൈജസ്റ്റബിൾ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. ഇവർക്ക് വേറെ ഒരു പേരുണ്ട്. എന്താണ് അവരുടെ വേറെ പേര്? എന്താണ് വേറെ പേര്? ഡയറ്ററി ഫൈബർ. ഡയറ്ററി ഫൈബർ എന്നാണ് ഇവരുടെ വേറെ ഒരു പേര്. അപ്പൊ ഡയറ്ററി ഫൈബറിന്റെ ജോലി എന്തൊക്കെയാണ്? ഡയറ്ററി ഫൈബറിന്റെ ജോലി എന്തൊക്കെയാണ് കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഡയറ്റ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് കൂടുതലും ഇത് വേണമെന്ന് നമ്മൾ പറയാറില്ലേ? ഡയറ്ററി ഫൈബർ കഴിക്കണം, ഫൈബർ റിച്ച് ഫുഡ്സ് കഴിക്കണം എന്നൊക്കെ പറയാറുണ്ട്. ഫൈബർ ഈസ് എ ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പൊ ഡയറ്ററി ഫൈബറിന്റെ ജോലി എന്താണ്? ഡയറ്ററി ഫൈബറിന്റെ വേറൊരു പേരാണ് ഫൈബർ അല്ലെങ്കിൽ റഫേജ്. എന്താണ്? ഫൈബർ അല്ലെങ്കിൽ റഫേജ് എന്ന് പറയും. ഇത് നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയാം. കുറച്ച് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഡയറ്ററി ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡാണ് ക്യാരറ്റ് അല്ലെങ്കിൽ സ്പിനാച്ച്. ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ ഫൈബർ കണ്ടന്റ് കൂടുതലാണ്, പക്ഷെ സ്പിനാച്ച് ആണ് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ. നല്ല ഇലക്കറികളിലൊക്കെ നല്ല ഫൈബർ കണ്ടന്റ് ഉണ്ട് സ്പിനാച്ച്. പിന്നെ ആപ്പിൾ, അതുപോലെ തന്നെ പപ്പായ, ഇതിലൊക്കെ ഫൈബർ കണ്ടന്റ് കൂടുതലാണ്. അപ്പൊ നമ്മൾ ഈ ഫുഡ് കഴിച്ചു. ഈ ഫുഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിന്, കോളന്, ഇൻറ്റസ്റ്റൈൻസിനൊക്കെ ഒരു ബൾക്കിനെസ് ഫീലിംഗ് തരും. അതായത് നമ്മളിപ്പോ ഒരു ക്യാരറ്റ് കഴിച്ചു എന്ന് വെക്കുക. ക്യാരറ്റ് കഴിച്ചപ്പോൾ അത് നമ്മുടെ ബോഡിയിലുള്ള അല്ലെങ്കിൽ നമ്മൾ കുടിച്ച വെള്ളവുമായിട്ട് മിക്സപ്പ് ചെയ്യും. നമ്മുടെ ബോഡിയിൽ നമ്മൾ കഴിച്ച വെള്ളവും കുടിച്ച വെള്ളവും നമ്മുടെ ഇപ്പൊ ഈ ക്യാരറ്റുമായിട്ട് മിക്സപ്പ് ചെയ്തിട്ട് ഇതൊന്നും കയറി സ്വെല്ല് ചെയ്യും, നന്നായിട്ട് ഇതങ്ങ് വീർക്കും. ഇത് സ്വെല്ല് ചെയ്യുമ്പോൾ നമുക്കൊരു ബൾക്കിനെസ് ഫീലിംഗ് തരും, നമുക്ക് ഭയങ്കര നിറഞ്ഞിരിക്കുന്ന ഫീലിംഗ് തരും. അങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഫീലിംഗ് തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല? ഓവർ ഈറ്റിംഗ് ചെയ്യില്ല. അത് നല്ല ഫുഡാണ്, നമ്മുടെ ബോഡിയിൽ തന്നെ ഇരുന്നോട്ടെ, നമ്മൾ ഓവർ ഈറ്റിംഗ് ചെയ്യില്ല, ക്രേവിങ്സ് ഒക്കെ കുറഞ്ഞിരിക്കും. നമുക്ക് നല്ല ഫുൾഫില്ലിങ്, ഒരു സാറ്റിസ്ഫൈ ഫീൽ ചെയ്യും, നമുക്കൊരു ഫുൾഫിൽമെന്റ് ഫീൽ ചെയ്യും. അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് നല്ല ബൾക്കിനെസ് തന്നു. ഈ ബൾക്കിനെസിന്റെ കൂടെ വേറൊരു ഉപയോഗം കൊണ്ടുണ്ട്, അത് നമ്മുടെ ഇൻറ്റസ്റ്റൈൻസിൽ കൂടി ഈസി ആയിട്ട് പാസ് ചെയ്ത് പോകും. ഒരു ഡ്രൈ ആയിട്ടുള്ള മാറ്ററും ഒരു വെറ്റ് ആയിട്ടുള്ള മാറ്ററും പാസ് ചെയ്യുന്ന വ്യത്യാസമല്ല. ഡ്രൈ ആണെങ്കിൽ അവിടെ കയറി പിടിച്ചിരിക്കുകയുള്ളൂ, പക്ഷെ വെറ്റ് ആണെന്നല്ല. അപ്പൊ നമ്മുടെ ഈ ക്യാരറ്റ് നമ്മുടെ വെള്ളവും കൂടി സ്വെല്ല് ചെയ്തിരിക്കുന്നത് ഈസി ആയിട്ട് നമ്മുടെ ഇൻറ്റസ്റ്റൈൻസിൽ കൂടി പാസ് ചെയ്യും. അപ്പൊ എന്താണ്? നമ്മുടെ ഇൻറ്റസ്റ്റൈൻസിന് നല്ല ലൂബ്രിക്കേഷൻ കിട്ടും. അതുവഴി നമുക്ക് കോൺസ്റ്റിപ്പേഷൻ കുറയും, നമ്മുടെ മോഷനൊക്കെ നന്നായിട്ട് പാസ് ചെയ്യും, നമ്മുടെ സ്റ്റൊമക്കിനൊരു റിലാക്സ് കിട്ടും, നമുക്കൊരു നല്ലൊരു ഫീലിംഗ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ എന്താണ് ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാല് ന്യൂട്രീഷൻ. ആർക്ക് ന്യൂട്രീഷൻ തരും? നമ്മുടെ ഇൻറ്റസ്റ്റൈൻസിൽ ആരുണ്ടെന്നറിയോ? ഗട്ട് ബാക്ടീരിയ ഉണ്ട്. നമ്മുടെ ബോഡിയിലുള്ള നമ്മുടെ ദേഹത്തൊക്കെ ഒരുപാട് ബാക്ടീരിയ ഉണ്ട്. അതിൽ കുറെ ആൾക്കാര് നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇന്റേണൽ എൻവയോൺമെന്റ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമുള്ളവരാണ്. ഈ ആവശ്യമില്ലാത്ത ബാക്ടീരിയാസ് കയറുമ്പോഴാണ് നമുക്ക് അസുഖം ഉണ്ടാകുന്നത്. നല്ല ബാക്ടീരിയ ഉണ്ടെങ്കിൽ അവര് ആവശ്യമില്ലാത്ത ബാക്ടീരിയകൾ കയറാനും സമ്മതിക്കില്ല. അപ്പൊ നല്ല ബാക്ടീരിയ, ഗട്ട് ബാക്ടീരിയ അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈനൽ ഫ്ലോറ എന്ന് പറയും, അവർ നമ്മുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്.
ഇപ്പൊ നമ്മുടെ ഗട്ട് ഹെൽത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഗട്ട് ബാക്ടീരിയ. അപ്പൊ ഈ ഗട്ട് ബാക്ടീരിയക്ക് ന്യൂട്രിയൻസ് കൊടുക്കുന്നത് ആരാണ്? ഫൈബർ ആണ്, ഫൈബർ റിച്ച് ഫുഡ്സ് ആണ്. അതുവഴി നമുക്ക് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒന്ന് നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാനും ഹെൽത്തി ആയിട്ട് ഇരിക്കാനും പറ്റും. അതൊക്കെയാണ് ഈ ഡയറ്ററി ഫൈബർ അടങ്ങിയ ഫുഡ് കഴിക്കുന്ന പ്രത്യേകത. ഇപ്പൊ ഡയറ്ററി ഫൈബർ ഓർക്കുമ്പോൾ നമ്മൾ അവരുടെ പേര് ഓർക്കണം. ഫൈബർ അല്ലെങ്കിൽ റഫേജ് എന്നാണ് പറയാ. പിന്നെ എന്താണ്, നമുക്കൊരു ബൾക്കിനെസ് ഫീലിംഗ് തരുന്നുണ്ട്. പിന്നെ നമ്മുടെ മോഷൻ നന്നായിട്ട് പാസ് ചെയ്യും, നമ്മുടെ ഇന്റസ്റ്റൈൻസിന് ലൂബ്രിക്കേഷൻ തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗട്ട് ബാക്ടീരിയാസിന് ഇവർ എന്ത് കൊടുക്കുന്നുണ്ട്? ന്യൂട്രിയൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്രയാണ് കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ്സ് നമുക്ക് മെയിൻ ആയിട്ട് നോക്കിപ്പോകേണ്ട കാര്യം. അപ്പൊ സെക്കൻഡിലേക്ക് പോവാം. അടുത്ത കമ്പോണന്റ് ആരാണ്? പ്രോട്ടീൻ റിച്ച് ഫുഡ് എന്ന് പറയുന്നത്. പ്രോട്ടീൻ റിച്ച് ഫുഡ്സ് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും അല്ലേ? പ്രോട്ടീൻ റിച്ച് അനിമൽ ബേസ്ഡ് പ്രോട്ടീൻസും ഉണ്ട്, പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻസും ഉണ്ട്. കുറച്ച് അനിമൽ ബേസ്ഡ് പ്രോട്ടീൻസ് ഞാനിവിടെ കൊടുത്തു. അനിമൽസ് മാത്രമല്ല എല്ലാം കൊടുത്തിട്ടുണ്ട്. എഗ് ഉണ്ട്, ചിക്കൻ ബ്രസ്റ്റ് ഉണ്ട്, ഗ്രീക്ക് യോഗേർട്ട് ഉണ്ട്, ഓട്സ് ഉണ്ട്, പീനട്ട് ബട്ടർ ഉണ്ട്. ഇതൊക്കെ എന്താണ്? നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ആണ്. പ്രോട്ടീൻസ് നമ്മൾ എന്തിനാണ് കഴിക്കുന്നത്? പ്രോട്ടീൻസ് കഴിക്കുന്നത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ബോഡി സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യാന് അതുപോലെ തന്നെ ഏതൊക്കെയാണ് ബോഡി സ്ട്രക്ചേഴ്സ്? മസിൽസ് ഡെവലപ്പ് ചെയ്യാനൊക്കെ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മൾ പ്രോട്ടീൻസ് അടങ്ങിയ ഫുഡ് കഴിക്കുക എന്നുള്ളത്. പ്രോട്ടീൻസ് നമ്മുടെ ബോഡിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഈ പ്രോട്ടീൻസ് ഓർക്കുമ്പോഴേ ഓർക്കേണ്ട എന്താണെന്നറിയോ? ഗ്രോത്ത്, ഡെവലപ്മെന്റ്, റിപ്പയർ. പ്രോട്ടീൻ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്ന് ഗ്രോത്തിനാണ്, രണ്ട് ഡെവലപ്മെന്റിന്, മൂന്ന് റിപ്പയറിന്. ഗ്രോത്ത് എന്താണ്? നമ്മുടെ വളർച്ചയ്ക്ക്. നമ്മുടെ ശരീരം വളരണമെങ്കിൽ എന്ത് വേണം? പ്രോട്ടീൻ വേണം. അതുപോലെ തന്നെ എന്താണ്? ഡെവലപ്മെന്റ്, നമ്മുടെ ബോഡി ഡെവലപ്പ് ചെയ്യുക, ഓർഗൻസ്, മസിൽസ്, ടിഷ്യൂസ് ഒക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ പ്രോട്ടീൻസ് വേണം. പിന്നെ എന്താണ് വേണ്ടത്? പ്രോട്ടീൻസ് ഡെവലപ്പ് ചെയ്യുന്നത് എന്താണ്? റിപ്പയർ. റിപ്പയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കാം, സെൽസിന്, ടിഷ്യൂസിന്, ഓർഗൻസിനുള്ള ഡാമേജ് ഒക്കെ റിപ്പയർ ചെയ്യുന്നതിനും ആര് ഇമ്പോർട്ടന്റ് ആണ്? പ്രോട്ടീൻ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പ്രോട്ടീൻ എന്ന് പറയുമ്പോഴേ നിങ്ങൾ എന്തോർക്കാം? ഗ്രോത്ത്, ഡെവലപ്മെന്റ് ആൻഡ് റിപ്പയർ എന്നുള്ള ടേം നമ്മൾ ഓർക്കാം. പിന്നെ എന്തിനൊക്കെയാണ് പ്രോട്ടീൻസ് യൂസ് ചെയ്യുന്നത്? പിന്നെ ഇതിനൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് മസിൽസ് ഡെവലപ്പ് ചെയ്യുക, ടിഷ്യൂസ് ഡെവലപ്പ് ചെയ്യുക, ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുക, ഇതിനെല്ലാം പ്രോട്ടീൻ വേണം. പിന്നെ എന്തിനാണ് വേണ്ടത്? നമുക്ക് എൻസൈംസ് ഉണ്ടാക്കാൻ. എൻസൈംസ് ആർ പ്രോട്ടീൻസ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ എൻസൈംസ് ഉണ്ടാക്കണമെങ്കിൽ ആര് വേണം? പ്രോട്ടീൻസ് വേണം. നമ്മുടെ ബോഡിയിലെ ഉള്ളിൽ നടക്കുന്ന ഒരുപാട് ഫംഗ്ഷൻസിനും എൻസൈംസ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഹോർമോൺസ്, നമ്മുടെ ഹോർമോൺസ് അല്ലേ നമ്മളെ ഇങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പൊ ഈ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും ആര് ഇമ്പോർട്ടന്റ് ആണ്? പ്രോട്ടീൻസ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഈ ഹോർമോൺസ് വേണം, മസിൽസ് വേണം, ടിഷ്യൂസ് വേണം, ഓർഗൻസ് വേണം, ഗ്രോത്ത്, ഡെവലപ്മെന്റ്, റിപ്പയർ, എൻസൈംസ്, എല്ലാത്തിനും ആര് വേണം? ഹോർമോൺസ്. ഇതിന്റെ എല്ലാം ആര് വേണം? പ്രോട്ടീൻസ് വേണം. അപ്പൊ പ്രോട്ടീൻസ് അടങ്ങിയ ഫുഡ് നമ്മൾ കഴിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അതിൽ നിന്നും മനസ്സിലാക്കാം. പിന്നെ എന്താണ്? ഞാൻ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകളൊക്കെ പറഞ്ഞില്ലേ. ഇനി പലതരം പ്രോട്ടീൻ ഉണ്ട് കേട്ടോ. കംപ്ലീറ്റ് പ്രോട്ടീൻ ഉണ്ട്. കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞു 21 അമിനോ ആസിഡ്സ് ആണ് പ്രോട്ടീൻസിലുള്ളത്. എല്ലാ അമിനോ ആസിഡ്സും എല്ലാ ഫുഡിലും ഇല്ല, ചില അമിനോ ആസിഡ്സ് ഉണ്ട്. അപ്പൊ ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാ അമിനോ ആസിഡ്സും ഒക്കെ ഉള്ള ഫുഡിനെ നമ്മൾ കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയും. അപ്പൊ ആരാണ് കംപ്ലീറ്റ് പ്രോട്ടീൻ ആയിട്ടുള്ള? മീറ്റ്, എഗ്, ഫിഷ്, ഡയറി പ്രൊഡക്ട്സ് ഒക്കെ കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയാം. ഒരുവിധം ഒട്ടുമിക്ക അമിനോ ആസിഡ്സ് ഒക്കെ അവർക്കുണ്ട്. പിന്നെ ക്വാളിറ്റി പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാളിറ്റി പ്രോട്ടീൻ കൂടുതലും പ്ലാന്റ് ബേസ്ഡ് ആണ്. ക്വാളിറ്റി പ്രോട്ടീൻ അവിടെ ക്വാളിറ്റി കൂടുതലാണ്. അതെന്ന് വെച്ചാൽ നമ്മുടെ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് കൂടുതലാണ്. അങ്ങനെയുള്ളവരെ നമ്മൾ ക്വാളിറ്റി പ്രോട്ടീൻസ് എന്ന് പറയും. അങ്ങനെയുള്ള ഫുഡ്സുകളൊക്കെ നമ്മൾ കഴിക്കുക ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതാണ് പ്രോട്ടീൻ റിച്ച് ഫുഡിലേക്ക് പറയുക. നെക്സ്റ്റ് നമ്മൾ ആരാണ് പറയാ? ഫാറ്റ് അല്ലെങ്കിൽ ഓയിൽ റിച്ച് ഫുഡ് എന്ന് പറയാം. ഫാറ്റ് അല്ലെങ്കിൽ ഓയിൽ റിച്ച് ഫുഡ് എന്ന് പറയാം. ഫാറ്റ് അല്ലെങ്കിൽ ഓയിൽ റിച്ച് ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഒരു പൊതുവെ കണ്ടുവരുന്ന ഒരു ഇതാണ്, ഫാറ്റും അല്ലെങ്കിൽ ഓയിലിനും ഒരു മിസ്ബിഹേവ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ്, കൊഴുപ്പ് കൂട്ടുന്നു, കൊഴുപ്പ് കഴിക്കരുത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ ബോഡിക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ബ്രെയിനിലെന്ന് പറഞ്ഞാൽ 40% ഫാറ്റ് ആണ്. ബ്രെയിനിൽ നമ്മുടെ ബുദ്ധി നടക്കണമെങ്കിൽ, ബുദ്ധി വികാസത്തിന് എന്ത് വേണം? ഫാറ്റ് വേണം. അപ്പൊ എന്താണ്? നേഴ്സിന്, അതുപോലെ നമ്മുടെ നെർവസ് സിസ്റ്റം ഒക്കെ ഫങ്ഷനിങ് ചെയ്യണമെങ്കിൽ ഫാറ്റ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾക്ക് ഫാറ്റ് വേണമെങ്കിൽ നമുക്ക് കഴിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. ഫാറ്റും ഓയിലും നമുക്ക് മിതമായ അളവിൽ കഴിക്കാം. നമുക്ക് ആവശ്യമുണ്ട്. ഗുഡ് ഫാറ്റ് കഴിക്കുക. ഏതാണ്? ഗീ, കോക്കനട്ട് ഓയിൽ, ഇതൊക്കെ ഗുഡ് ഫാറ്റ് ആണ്. അതൊക്കെ കഴിക്കുക. ബട്ടർ, ഇതൊക്കെ നല്ല ഫാറ്റുകളാണ്. അതൊക്കെ കഴിക്കാം. അല്ലാതെ അനിമൽ ഫാറ്റുകളൊക്കെ കൂടുതൽ കഴിക്കാണ്ടിരുന്നാൽ നമുക്ക് ബെറ്റർ ആയിട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ മെയിൻ ആയിട്ടുള്ള ഒരു സോഴ്സസ് ഓഫ് ഫാറ്റ് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ബട്ടർ, ഗീ, പിന്നെ അനിമൽ മീറ്റിൽ ഫാറ്റ് ഉണ്ട്. പിന്നെ എന്താണ്? ഫിഷ് ഉണ്ട്. വെജിറ്റബിൾ ഓയിൽസിലൊക്കെ നമുക്ക് ഫാറ്റ് കണ്ടന്റ് ഉണ്ട്. പിന്നെ ഫാറ്റ് എന്തിനാണ്? സെൽ സ്ട്രക്ചറിനെ ഇംപ്രൂവ് ചെയ്യാൻ, ഞാൻ പറഞ്ഞില്ലേ, നെർവസ് സിസ്റ്റം അതുപോലെ തന്നെ ബ്രെയിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്.
ഇനി ഫാറ്റ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഫാറ്റിന്റെ ഫംഗ്ഷനിങ് എന്തൊക്കെയാണ്? നമ്മുടെ ബോഡിയെ ഇൻസുലേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇൻസുലേറ്റിംഗ് ദ ബോഡി. ഇൻസുലേഷൻ എന്താണ്? നമ്മൾ പറയില്ലേ ഇൻസുലേഷൻ വയർ എന്നൊക്കെ പറയില്ലേ. കറണ്ട് അടിക്കാതിരിക്കാനാണ് നമ്മൾ ഇൻസുലേഷൻ പറയുന്നത്. നമ്മുടെ ബോഡി പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്ന ആരാണ്? ഫാറ്റ്. നമ്മുടെ നമ്മുടെ ഫ്ലഷിന്റെ പുറമേയുള്ള ഒരു ലെയർ ആണ് ഫാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഫാറ്റ് ലെയർ നമ്മുടെ ബോഡി പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുകയാണ് ഫാറ്റ് ലെയർ ചെയ്യുന്നത്. പക്ഷെ ഫാറ്റ് ലെയർ കൂടുമ്പോഴാണ് നമുക്ക് ഒബേസിറ്റിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതെന്ന് പറയാം. പിന്നെ എന്താണ്? സെക്സ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആര് വേണം? ഫാറ്റ് വേണം. സെക്സ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആര് വേണം? ഫാറ്റ് വേണം. പിന്നെ എന്താണ്? ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് നമ്മൾ പഠിച്ചില്ലേ? ഏതൊക്കെയായിരുന്നു? എ, ഡി, ഇ, കെ. ഇതാണ് ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ്. അപ്പൊ അവരെയൊക്കെ സൊല്യൂബിലിറ്റി വേണമെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ആര് ചെല്ലണം? ഫാറ്റ് ചെല്ലണം. പിന്നെ എന്താണ്? എനർജി. ഫാറ്റിലും നമുക്ക് എനർജി കിട്ടുന്നത്, ഏറ്റവും കൂടുതൽ എനർജി കിട്ടുന്നത് ഫാറ്റിൽ നിന്നാണ്. 1 ഗ്രാം ഫാറ്റിൽ എത്ര കിലോ കാലറി ഉണ്ട്? 9 കിലോ കാലറി എനർജിയാണ് കിട്ടുന്നത്. നല്ല കൂടുതൽ എനർജിയാണ് നമുക്ക് ഫാറ്റിൽ നിന്ന് കിട്ടുന്നത്. പെട്ടെന്ന് എനർജി കിട്ടുന്ന ആരാണ്? കാർബോഹൈഡ്രേറ്റ്. കൂടുതൽ എനർജി കിട്ടുന്ന ആരാണ്? ഫാറ്റ്. അങ്ങനെ ഹെൽത്തി ഫാറ്റ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവക്കാഡോസ്, അതുപോലെ തന്നെ ഒലീവ് ഓയിൽ, സൺഫ്ലവർ സീഡ്സ്, കോക്കനട്ട് ഓയിൽ, സാൽമൺ, അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ്. ഫാറ്റ് ആൻഡ് ഓയിൽ, ഫാറ്റ് റിച്ച്, ഹൈ, നല്ല ഗുഡ് ഫാറ്റ്, ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് റിച്ച് ഫുഡ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഏതാണ്? വൈറ്റമിൻ ആൻഡ് മിനറൽ റിച്ച് ഫുഡ്. ആരൊക്കെയാണ് വൈറ്റമിൻ അതുപോലെ തന്നെ മിനറൽ റിച്ച് ഫുഡ് എന്ന് നോക്കാം. ഈ വൈറ്റമിൻസും മിനറൽസും എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ വളരെ ചെറിയ എമൗണ്ടിന് മതി, വളരെ കുറച്ച് എമൗണ്ടിൽ മതി. പക്ഷെ നമുക്ക് അവർ കിട്ടിയേ മതിയാവും. ചില വൈറ്റമിൻസ് ഒക്കെ വേണം, ചില മിനറൽസ് ഒക്കെ വേണം. ഇവരുണ്ടെങ്കിൽ നമ്മുടെ ഇന്റേണൽ എൻവയോൺമെന്റ്, നമ്മുടെ ബോഡിയെ അങ്ങോട്ട് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റണമെങ്കിൽ ഇവരെല്ലാം വേണം. ഇവരൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഡിസീസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരികയും ചെയ്യും. ഇവിടെ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഭയങ്കര മാൽന്യൂട്രീഷനും ഭയങ്കര പ്രശ്നങ്ങളാണ് നമ്മുടെ ബോഡിയിലേക്ക് ഉണ്ടാകുന്നത്. അപ്പൊ ആരൊക്കെയാണ് വൈറ്റമിൻസും മിനറൽസും ഉള്ള ഫുഡ്സ് കൊടുത്തിട്ടുള്ള? ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മിൽക്ക്, എഗ്, ഫിഷ്, ഇവരെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാൽഷ്യം കിട്ടുന്ന ഒരു ഫുഡ് ഏതാണ്? എല്ലാവരും കാൽഷ്യം കിട്ടണമെങ്കിൽ എന്ത് കുടിക്കണം എന്ന് പറയും? പാല് കുടിക്കണം. പിന്നെ ഇതിലാണ് ഫിഷിലും കാൽഷ്യം കിട്ടും. പിന്നെ അയൺ എവിടെ നിന്നാണ് കിട്ടുക? മീറ്റിൽ നിന്ന്. എസ്പെഷ്യലി ലിവറിൽ നിന്നാണ് നമുക്ക് അയൺ കിട്ടുന്നത്. ലിവർ. അപ്പൊ ഈ ഫുഡുകളൊക്കെ കഴിക്കേണ്ട ഇമ്പോർട്ടൻസ് മനസ്സിലായി. ഇനി വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് കഴിക്കുക. വെജിറ്റേറിയൻസ് ആണെങ്കിൽ ലിവർ കഴിക്കാൻ പറ്റില്ലെങ്കിൽ വേറെ സോഴ്സസ് ഉണ്ട്, അത് കഴിക്കുക. അങ്ങനെയൊക്കെ നമ്മൾ ഈ റിച്ച് വൈറ്റമിൻസ് ആൻഡ് മിനറൽ റിച്ച് ഫുഡ്സിനെ നമ്മൾ യൂസ് ചെയ്യണം. നെക്സ്റ്റ് അപ്പൊ നമ്മൾ എന്താണ് നെക്സ്റ്റ് അടുത്ത ടോപ്പിക്കിലേക്ക് പോകണം. അപ്പൊ നമ്മളിവിടെ എന്തൊക്കെയാണ് പഠിച്ചത്? സോഴ്സ് ഓഫ് ന്യൂട്രിയൻസ് 4 കമ്പോണൻസ് ഉണ്ടെന്ന് പഠിച്ചു. കാർബ്, പ്രോട്ടീൻ, ഫാറ്റ്, അതുപോലെ തന്നെ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. കാർബിൽ നമ്മൾ ഡയറ്ററി ഫൈബറിനെ കൂടി ചേർത്ത് പഠിച്ചു. പ്രോട്ടീന്റെ ഗുണങ്ങൾ പഠിച്ചു. ഫാറ്റ് ആൻഡ് ഓയിൽ റിച്ച് ഫുഡ്സ് പഠിച്ചു. ഫാറ്റ് ഓർക്കുമ്പോഴേ ബ്രെയിനിൽ 40% ഫാറ്റ് ഉണ്ടെന്ന് പറയാം. വൈറ്റമിൻസ് ആൻഡ് മിനറൽ റിച്ച് ഫുഡ്സിന്റെ ഇതും പറഞ്ഞു. നെക്സ്റ്റ് ടോപ്പിക്കാണ് ക്യൂസൈൻസ്. ക്യൂസൈൻസ് അല്ലെങ്കിൽ ക്യൂഷൻസ് എന്നൊക്കെ പറയാം. ക്യൂസൈൻസ് ആണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ ക്യൂസൈൻസ് എന്നാണ്. ക്യൂസൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പാചക രീതിയാണ് ക്യൂസൈൻസ് എന്ന് പറഞ്ഞാൽ. പാചക രീതി, ഒരു കുക്കിംഗ് പ്രാക്ടീസ് ആണ്. ഒരു ട്രഡീഷനെ അല്ലെങ്കിൽ ഒരു കൾച്ചറിനെ ഒരു കൾച്ചറിനെ ഡിനോട്ട് ചെയ്ത് കാണിക്കുന്ന ഒരു കുക്കിംഗ് പ്രാക്ടീസിനെയാണ് നമ്മൾ ക്യൂസൈൻസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു പാചക രീതി, ഒരു സ്ഥലത്തുള്ള ഒരു കൾച്ചറിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരു ട്രഡീഷനിലുള്ള ആൾക്കാർ കാണിക്കുന്ന ഒരു പാചക രീതിയാണ് നമ്മൾ ക്യൂസൈൻസ് എന്ന് പറയും. ക്യൂസൈൻസ് മെയിൻ ആയിട്ടും എന്താ നമ്മളിപ്പോ പറയില്ലേ, നമ്മുടെ ഒരു ഇന്ത്യൻ ക്യൂസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു ഇന്ത്യയിലുള്ള ഒരു പാചക രീതി എങ്ങനെയാണ്? നമ്മൾ കൂടുതലും പിക്കിൾസ്, ചട്നീസ്, പിന്നെന്താ സ്പൈസസ്, ഹെർബ്സ്, ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ സംഭവങ്ങൾ. സ്പൈസസ്, ഹെർബ്സ്, അതിന്റെ ഫ്ലേവർ, അതിന്റെ അരോമ, അതൊക്കെയാണ് ഒരു ഇന്ത്യൻ ക്യൂസൈൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ വരില്ലേ അറബ് ക്യൂസൈൻസ്, അറബിക് ഫുഡ്സ്, ചൈനീസ് ഫുഡ്സ്, ജപ്പാനീസ് ഫുഡ്സ്, പിന്നെന്താണ് താലി മീൽസ് എന്നൊക്കെ കേട്ടില്ലേ? താലി മീൽസ്, അതൊക്കെ ഓരോ സ്ഥലങ്ങളിലുള്ള ക്യൂസൈൻസ് എന്ന് പറയാം. അപ്പൊ ക്യൂസൈൻസ് എന്ന് പറഞ്ഞ വേർഡ് നിങ്ങളെ ഒന്ന് ഫെമിലറൈസ് ചെയ്യാനാണ് നമ്മൾ ഈ ടോപ്പിക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്യൂസൈൻസ് എന്തെന്ന് പറഞ്ഞാല് ഓരോ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങളിൽ അങ്ങനെയൊക്കെ ഒരു കുക്കിംഗ് പ്രാക്ടീസ് ഡെവലപ്പ് ചെയ്തു. അപ്പൊ അതിനെ നമ്മൾ ക്യൂസൈൻസ് എന്ന് വിളിച്ചു. ഇനി ഇത് നമ്മുടെ നാട്ടിലെ ഈ ക്യൂസൈൻസ് പാടുള്ളതുണ്ടോ? ഇന്ത്യയിൽ നമ്മൾ ഇന്ത്യൻ ഫുഡ് വയ്ക്കാവുന്നുണ്ടോ? ഇല്ല. ഇതിങ്ങനെ ട്രേഡിനനുസരിച്ച് ഫോറിനിലേക്ക് ആൾക്കാർ പോയി തുടങ്ങി, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു തുടങ്ങി. ഇങ്ങനെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനൊക്കെ അനുസരിച്ച് ഇതിങ്ങനെ നമ്മുടെ നാട്ടിൽ ചൈനീസ് ഫുഡിനൊക്കെ നല്ല ഡിമാൻഡ് ഇല്ലേ? അപ്പൊ അങ്ങനെ അറബിക് ഫുഡിന് ഡിമാൻഡ് ഇല്ലേ? അപ്പൊ അതുപോലെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക, ഇവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അത് ചെയ്യുന്ന വഴി നമ്മുടെ രാജ്യങ്ങളിൽ പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യൂസൈൻസ് ഒക്കെ നമുക്ക് കാണാറുണ്ട്. മെയിൻ ആയിട്ടും ഈ ക്യൂസൈൻസ് എന്ന് പറഞ്ഞാൽ ഫുഡ് മാത്രമാണോ? അല്ല, ബീവറേജസും ആൽക്കഹോളിക് ഡ്രിങ്ക്സും ഒക്കെ നമ്മൾ ആസ് പാർട്ട് ഓഫ് ക്യൂസൈൻസ് വരുന്നതാണ്. മനസ്സിലായി നിങ്ങൾക്കൊരു പാചക രീതി ഇന്ത്യൻ ക്യൂസൈൻ എന്ന് പറയും, അറബിക് ക്യൂസൈൻ, താലി ക്യൂസൈൻ, അത്രയുള്ള ക്യൂസൈൻസ് എന്ന് പറഞ്ഞാല്. ഇനി മെയിൻ ആയിട്ടും 9 സിഗ്നിഫിക്കന്റ് ക്യൂസൈൻസ് ആണുള്ളത്.
എന്നുവെച്ചാൽ പേര് കേട്ട കുറച്ച് പാചക രീതികൾ ഏതൊക്കെയാണ്? 9 cuisines ആണ് വരുന്നത്. അതാരൊക്കെയാണ്? ചൈനീസ്, ഫ്രഞ്ച്, മെഡിറ്ററേനിയൻ, ഇന്ത്യൻ, കോണ്ടിനെന്റൽ യൂറോപ്പ്, അറബ്, താലി, ജപ്പാനീസ് ആൻഡ് അമേരിക്കൻ. ഇത്രയുമായിട്ടുള്ള ഇന്ത്യനൊക്കെ നമുക്ക് ഫേമസ് ക്യൂസൈൻസ് ആണ്. അപ്പൊ അല്ലെ, മേജർ ക്യൂസൈൻസ് ഓഫ് ദ വേൾഡിൽ നമ്മുടെ ഇന്ത്യ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു 9 ക്യൂസൈൻസ് ആണ് വരുന്നത്. ഇന്ത്യൻ ക്യൂസൈനെ തന്നെ നമ്മൾ നാലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. നോർത്ത് ഇന്ത്യൻ ക്യൂസൈൻ, സൗത്ത് ഇന്ത്യൻ ക്യൂസൈൻ, ഈസ്റ്റ് ഇന്ത്യൻ ക്യൂസൈൻ ആൻഡ് വെസ്റ്റ് ഇന്ത്യൻ ക്യൂസൈൻ. അങ്ങനെ 4 പാർട്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ 4 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ തന്നെ 4 സൈഡിൽ നിന്നുള്ള ആൾക്കാർ ഡിഫറെന്റ് ടൈപ്സ്. നോർത്തിലെ ടൈപ്പ് അല്ലല്ലോ നമുക്ക്, നോർത്തിലൊരു ഫുഡിന്റെ രീതി അല്ലല്ലോ നമുക്ക് ഇവിടെ ഉള്ളത്. അങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ത്യൻ ക്യൂസൈൻസിൽ ഏതൊക്കെ പാർട്സ് വരുന്നു എന്നുള്ളത് നിങ്ങളുടെ നോട്ട്സിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കുക. ഏതൊക്കെ സ്ഥലങ്ങളാണ് വരുന്നത്? കേരളം എവിടെയാണ് വരുന്നത്? ഇന്ത്യ എവിടെയാണ്? നോർത്ത് പാർട്സിൽ ഏതൊക്കെയാണ് വരുന്നത്? സൗത്ത് പാർട്ടിൽ ഏതൊക്കെയാണ് വരുന്നത്? അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ സൗത്ത് ഇന്ത്യയിലാണ് വരുന്നത്. അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ എന്താണ് ഇന്ത്യൻ ക്യൂസൈൻസ് എന്താണെന്ന് നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാണ്? ഹെർബ്സ് ഉണ്ട്, സ്പൈസസ് ഉണ്ട്, കോണ്ടിമെന്റ്സ് ഉണ്ട്, പിന്നെ എന്താണ്? ചട്നി, പിക്കിൾസ്. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഇന്ത്യൻ ക്യൂസൈന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ കൺസംഷൻ ട്രെൻഡ്സിലേക്ക് പോവാം. എന്താണ് കൺസംഷൻ ട്രെൻഡ്സ് എന്ന് പറയുന്നത്? കൺസംഷൻ ട്രെൻഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ടേമാണ്. നമുക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. കൺസംഷൻ ട്രെൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസംഷൻ ട്രെൻഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ കൺസ്യൂമറിസം ഇൻക്രീസ് ചെയ്തു. കൺസ്യൂമറിസം പണ്ടൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും ഹോം മെയ്ഡ് ഫുഡ്സിനൊക്കെയാണ് ചൂസ് ചെയ്തോണ്ടിരുന്നത്. വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതേ കഴിക്കുള്ളൂ, പുറത്തുനിന്ന് ഫുഡ് കഴിക്കില്ല, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ പോകെ പോകെ ഇൻകം സോഴ്സ് വർദ്ധിച്ചു. ഇൻകം സോഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ജോബ് എന്നുള്ള നിലയിലേക്ക് ബിസിനസ്, അങ്ങനെ ഒരു ഇൻകം ഓറിയന്റഡ് ആയി മാറി. ഇൻകം ഓറിയന്റഡ് ആയി മാറിയപ്പോൾ എന്തായി? ഇൻകം കൂടി. ഇപ്പൊ ഒരു ഫാമിലിയിൽ ഇൻകം കൂടി, അപ്പൊ അവർക്ക് കൂടുതലും അവരുടെ ജോബിനെയൊക്കെ അവർക്ക് ഫോക്കസ് ചെയ്യേണ്ടി വന്നപ്പോ എന്താണ്? ഫുഡ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങാൻ തുടങ്ങി. അതുപോലെ തന്നെ എന്ത് കൂടി വന്നു? റെസ്റ്റോറൻറ്റ്സ് കൂടി വന്നു, ഫാസ്റ്റ് ഫുഡ് കൂടി വന്നു. നമുക്ക് ടൈം ഒക്കെ കുറവാണ്, ജോലിയിലാണ് കൂടുതൽ. അപ്പൊ നമുക്ക് പക്ഷെ നമുക്ക് ഫുഡ് കഴിച്ചല്ല പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പുറത്തുനിന്ന് വാങ്ങി കഴിക്കും. അങ്ങനെ നമ്മുടെ കൺസ്യൂമറിസം കൂടി. ഇന്ത്യയിൽ കൺസ്യൂമറിസം കൂടി. കൺസ്യൂമറിസം കൂടുന്നതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വീട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ എല്ലാവരും ജോലിക്ക് പോകാൻ തുടങ്ങി. എല്ലാവരും ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവരുടെ ഇൻകം സോഴ്സ് കൂടി. ഇൻകം സോഴ്സ് കൂടിയപ്പോൾ അവരുടെ സമയം കുറഞ്ഞു. അവർക്ക് കുക്ക് ചെയ്ത് കഴിക്കാനായിട്ടുള്ള ടൈം കുറഞ്ഞു. അങ്ങനെ അവർ കുക്ക് ചെയ്യാൻ സമയം കുറവായതുകൊണ്ട് എന്ത് ചെയ്തു? പുറത്തുനിന്ന് വാങ്ങാൻ തുടങ്ങി. അങ്ങനെ അവരുടെ കൺസ്യൂമർ ഡിമാൻഡ് കൂടി തുടങ്ങി. അതിനനുസരിച്ച് കൺസ്യൂമർ ഡിമാൻഡ് കൂടുമ്പോൾ മാർക്കറ്റിലുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് കൂടി തുടങ്ങി. കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഫോക്കസ് ചെയ്യാം? ഹെൽത്ത് ഫുഡ്സ് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഫങ്ഷണൽ ഫുഡ്സ് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഒരു ഫംഗ്ഷൻ ഉള്ള ഫുഡ് കഴിക്കുക, അല്ല ഒരു ഹെൽത്ത് ഫുഡ്സിനെ നമ്മൾ ഫോക്കസ് ചെയ്യുക. അങ്ങനെ നമ്മൾ ആ ഫുഡ്സ് ഒക്കെ കൂടുതൽ കഴിച്ചു തുടങ്ങിയപ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മൾ കൂടുതൽ ഹെൽത്തിൽ ഫോക്കസ് ആയി. ആദ്യമൊക്കെ ഫാസ്റ്റ് ഫുഡ് ഇൻഡസ്ട്രീസ് ഒക്കെ പ്രിവലന്റ് ആയി വന്നപ്പോൾ നമ്മൾ നമ്മുടെ ഹെൽത്തിൽ അത്ര ഫോക്കസ് ആയി. ഇപ്പൊ കൂടുതൽ ആൾക്കാർക്കും ആ ഒരു ന്യൂട്രീഷനെ പറ്റിയിട്ടും നമ്മുടെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടൊക്കെ എന്ത് ചെയ്യണം എന്നൊക്കെ അറിയാം. അപ്പൊ നമ്മുടെ ന്യൂട്രിയൻ റിച്ച് ആയിട്ട് ഫുഡ്സ് കഴിക്കാൻ തുടങ്ങി, അതിനെ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ കൺസംഷൻ ട്രെൻഡ്സിൽ ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് വന്നത്. നമ്മൾ കൺസ്യൂമറിസം കൂടിയത് വഴി നമ്മുടെ മാർക്കറ്റ്, ഫുഡ് ഇൻഡസ്ട്രീസ് ഒക്കെ ഒരുപാട് ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. എക്കണോമിക് ഗ്രോത്ത് ആണ് അതിന്റെ ഒരു മെയിൻ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് വർദ്ധിച്ചതോടുകൂടിയാണ്, എക്കണോമിക് ഗ്രോത്ത് ഇൻക്രീസ് ചെയ്തതോടുകൂടിയാണ് കൺസംഷൻ എന്ന് പറയുന്ന ട്രെൻഡ് നമുക്ക് കൂടിയാണ്, കൺസ്യൂമറിസം കൂടി വന്നത്. നെക്സ്റ്റ് ടോപ്പിക് ആണ് ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഒരു ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞൊന്നുമില്ല, എന്നൊരു കിച്ചൺ ആയിരുന്നു നമ്മളെ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം. ഇപ്പൊ എങ്ങനെയാണ് അത് വലിയ ഒരു ഇൻഡസ്ട്രി ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നു. നമ്മുടെ കൺസ്യൂമറിസം കൂടിയത് കൊണ്ടല്ലേ ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. അപ്പൊ ഫുഡ് ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്ത് വന്നു. ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് 4 മേജർ സെഗ്മെന്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫുഡ് ഇൻഡസ്ട്രി എന്താണ്? ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വലിയ ഇൻഡസ്ട്രി, ലാർജ് സ്കെയിലായിട്ട് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്ഡ് ഫുഡ് എങ്ങനത്തെ ഫുഡ് ആയിക്കോട്ടെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ് ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഫുഡ് ഇൻഡസ്ട്രികളൊക്കെ നമുക്ക് ഒരുപാടുണ്ട്. അപ്പോൾ ഫുഡ് ഇൻഡസ്ട്രിക്കൊക്കെ ഇത്ര റോൾ വന്നുകൊണ്ടല്ലേ നമ്മുടെ ഒരു കോഴ്സ് ഉള്ളത്. ഫുഡ് ടെക്നോളജി എന്നൊക്കെ പറയുന്നത്, ഫുഡ് ക്വാളിറ്റി, ഫുഡ് സേഫ്റ്റി എന്നൊക്കെ പറഞ്ഞ കോഴ്സ് വന്നിട്ട് ഫുഡ് ഇൻഡസ്ട്രികളൊക്കെ ഇങ്ങനെ വലുതായി വരുന്നത് കൊണ്ടാണ്. അപ്പൊ മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഫുഡ് ഇൻഡസ്ട്രി ഡിവൈഡ് ചെയ്തിട്ടുള്ള 4 മേജർ സെഗ്മെന്റ്സ് ആയിട്ടാണ്. 4 സെക്ഷൻസ് പോലെയാണുള്ളത്. ഫസ്റ്റ് വൺ ആണ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, സെക്കൻഡ് വൺ ആണ് മാനുഫാക്ചറിങ് ഓർ പ്രോസസിംഗ്, തേർഡ് വൺ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഫോർത്ത് വൺ മാർക്കറ്റിംഗ്. ഫസ്റ്റ് വൺ ആണ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. ഫുഡ് ഇൻഡസ്ട്രിയിൽ ഒരു ഫുഡ് ഉണ്ടാക്കണേ ആദ്യം കൃഷി ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യണം.
പ്രൊഡക്ഷനിൽ വരുന്ന എന്തൊക്കെയാണ്? ഫാമിംഗ്, റാഞ്ചിങ്, ഓർഗാനിക് മാനേജ്മെന്റ്, ഫിഷിംഗ് ആൻഡ് അക്വാകൾച്ചർ. പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു ഫുഡ് ഇൻഡസ്ട്രിയിൽ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം അതിനെ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കണം. ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത്. ഫാമിംഗ്, കൃഷി ചെയ്യുക, കൃഷി ചെയ്ത് ഫാമിംഗ് ചെയ്യുക. റാഞ്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റിൽസ് അല്ലെങ്കിൽ അനിമൽസിനെയൊക്കെ വളർത്തുന്നതിനാണ് നമ്മൾ റാഞ്ചിങ് എന്ന് പറയുക. അങ്ങനെ റാഞ്ചിങ് ചെയ്യുക. പിന്നെ എന്താണ്? ഓർക്കാഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ബിയറിംഗ് പ്ലാന്റ്സിനെ വളർത്തുന്നതിനാണ് ഓർക്കാഡ് മാനേജ്മെന്റ് എന്ന് പറയുക. പിന്നെ ഫിഷിംഗ് ചെയ്യാം, അക്വാ കൾച്ചർ ചെയ്യാം. അപ്പൊ നമുക്കിപ്പോ ഒരു ഫിഷ് ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ, ഒരു സീ ഫുഡ് ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഫിഷ് വേണം. അപ്പൊ അതിനെ അഗ്രികൾച്ചറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അക്വാ കൾച്ചർ. അല്ലെങ്കിൽ ഇപ്പൊ അനിമൽസിനെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റാഞ്ചിങ് ചെയ്യണം. അല്ലെങ്കിൽ സീരിയൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഫാമിംഗ് ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് ഫ്രൂട്ട് ബിയറിംഗ്, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓർക്കാഡ് മാനേജ്മെന്റ് ചെയ്യണം. അപ്പൊ അങ്ങനെയൊക്കെയാണ് അഗ്രികൾച്ചർ പ്രൊഡക്ഷനിൽ വരുന്നത്. ഇനി അതിനെ നമ്മൾ മാനുഫാക്ചറിങ് ഓർ പ്രോസസ്സിംഗ് ചെയ്യാം. മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റോ ആയിട്ടുള്ള പ്രൊഡ്യൂസിനെ നമ്മൾ പ്രോസസ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ നമുക്കൊരു എന്താ കിട്ടിയ ഒരു ഒരു ബനാന കിട്ടി. ഒരു ബനാന കിട്ടി, നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത്, ബനാന വേണ്ട, ഒരു മാംഗോ കിട്ടി. ഒരു മാംഗോ കിട്ടി, അതിനെ നമ്മൾ ജ്യൂസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു, അല്ലെങ്കിൽ സ്ക്വാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ RTS ആയിട്ട് കൺവേർട്ട് ചെയ്തു. RTS എന്താണ്? റെഡി ടു സെർവ് ആയിട്ട്. റെഡി ടു സെർവ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു ബോട്ടിലൊക്കെ ഇട്ടില്ലേ? സെയിം ജ്യൂസ് പോലെ തന്നെയാണ്, കോൺസെൻട്രേഷനിലൊക്കെ വ്യത്യാസം വരുമെന്നേ ഉള്ളൂ. അതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെ എന്താണ് പറയുക? പ്രോസസ്സിംഗ് എന്ന് പറയുക. നമുക്കൊരു റോ ആയിട്ട് കിട്ടിയ സാധനത്തിനെ നമ്മൾ വേറൊരു വാല്യൂഡ് പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് പ്രോസസ്സിംഗ് എന്ന് പറയുക. തേർഡ് വൺ ആണ് ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ പ്രൊഡക്റ്റിനെ ഉണ്ടാക്കി അതിനെ സ്റ്റോർ ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് സെയിൽ ചെയ്യണം. ഇതിനെയാണ് എന്ത് പറയുക? ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. മെയിൻ ആയിട്ടും സെയിൽ ചെയ്യുക. സെയിൽ ചെയ്യുന്നതിന് മുന്നേ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം, സ്റ്റോർ ചെയ്യണം, അതിന്റെ സെയിൽസ്, അതിനെയൊക്കെയാണ് തേർഡ് വൺ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ആണ് മാർക്കറ്റിംഗ് എന്ന് പറയുക. മാർക്കറ്റിംഗ് എന്താണ്? മാർക്കറ്റിംഗ് എന്താണ്? റീറ്റെയിൽ ആയിട്ട്, ഹോൾസെയിൽ ആയിട്ട് ഇതിനെ മാർക്കറ്റ് ചെയ്തതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനെയാണ് ഫോർത്ത് സ്റ്റെപ്പിൽ വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ 4 സെക്ഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്, 4 സെഗ്മെന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? പ്രൊഡക്ഷൻ, പ്രോസസ്സിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മാർക്കറ്റിംഗ്. ഇങ്ങനത്തെ 4 പ്രോസസ്സുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇനി എന്താണ്? നമ്മുടെ മാർക്കറ്റിംഗിന്റെ, ഫുഡ് ഇൻഡസ്ട്രിയുടെ നമ്മൾ 4 സെഗ്മെന്റ്സ് പറഞ്ഞു. ഫുഡ് ഇൻഡസ്ട്രിയുടെ 4 സെഗ്മെന്റ്സ് പറഞ്ഞു. ഇനി ഫുഡ് ഇൻഡസ്ട്രി എന്തായിട്ടുണ്ട്? 4 ഫുഡ് ഇൻഡസ്ട്രിയെ നമ്മൾ പ്രൊഡക്റ്റ് ലൈൻസ് ആയിട്ടും കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഫുഡ് ഇൻഡസ്ട്രിയെ നമ്മൾ പ്രൊഡക്റ്റ് ലൈൻസ് ആയിട്ടും കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ വേ ഓഫ് ഡിവൈഡിങ് ഫുഡ് ഇൻഡസ്ട്രീസ് എലോങ് മേജർ പ്രൊഡക്റ്റ് ലൈൻസ് എന്ന് വെച്ചാൽ ഏത് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രി, ഓരോ പ്രൊഡക്റ്റും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രി നമ്മളൊരു ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. എക്സാമ്പിൾ എന്തൊക്കെയാണ്? സീരിയൽ ആൻഡ് ബേക്കറി പ്രൊഡക്ട്സ്. ഇപ്പൊ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതിനൊക്കെ നമ്മൾ സീരിയൽ ആൻഡ് ബേക്കറി പ്രൊഡക്റ്റ് ഇൻഡസ്ട്രി എന്ന് പറയും. മീറ്റ്, ഫിഷ്, പോൾട്രി നമ്മൾ ഒരു ഇൻഡസ്ട്രി എന്ന് പറയും. പിന്നെ ഏതാണ് വരിക? സ്വീറ്റ്സ്, ഷുഗർ കണ്ടന്റ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വേറെ ഇൻഡസ്ട്രി. പിന്നെ അതുപോലെ ഫാറ്റ് ആൻഡ് ഓയിൽ, ആൽക്കഹോളിക് ബിവറേജസ് വേറെ, നോൺ ആൽക്കഹോളിക് ബിവറേജസ് വേറെ. അങ്ങനെ പ്രൊഡക്റ്റ് ലൈൻ അനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡ് ഇൻഡസ്ട്രി. അപ്പൊ മെയിൻ ആയിട്ട് ഫുഡ് ഇൻഡസ്ട്രിക്ക് 2 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. സെഗ്മെന്റ്സ് ചോദിച്ചാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ 4 എഴുതുക. ഇനി പ്രൊഡക്റ്റ് ലൈൻസ് ചോദിച്ചാൽ എക്സാമ്പിൾസ്. പല പല ഇൻഡസ്ട്രി, മീറ്റ് വേറെ, ഫിഷ് വേറെ, പോൾട്രി വേറെ, സിറിയൽസ് വേറെ, ബേക്കറി വേറെ, അങ്ങനെ ഓരോരോ സീ ഫുഡ് വേറെ, അങ്ങനെ ഓരോ പ്രൊഡക്റ്റ് ലൈൻസ്, ഏത് പ്രൊഡക്റ്റാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതനുസരിച്ചും ഫുഡ് ഇൻഡസ്ട്രി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടേം ആണ് അലൈഡ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ. അലൈഡ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ഫുഡ് ഇൻഡസ്ട്രി ആയിട്ട് അടുത്ത ബന്ധമുള്ള ആൾക്കാരാണ്, പക്ഷെ അവർ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. ഡയറക്ട്ലി ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, പക്ഷെ ഒരു ഫുഡ് ഇൻഡസ്ട്രിയുമായിട്ട് അടുത്ത് നിൽക്കുന്നവരാണ് നമ്മൾ അലൈഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ എന്താണ്? പാക്കേജിംഗ് ഇൻഡസ്ട്രി. ഭയങ്കര ആപ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് പാക്കേജിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. എന്താണ്? ഒരുപാട് പാക്കേജ് ഇല്ലേ? ക്യാൻസ് വരുന്നുണ്ട്, പിന്നെ നമ്മൾ ക്യാൻസ്, പേപ്പർ പാക്കേജിംഗ്, അങ്ങനത്തെ ഒരുപാട് പാക്കേജിംഗ് ഇല്ലേ? ഇത് ഇല്ലെങ്കിൽ നമുക്ക് ആ ഫുഡിനെ പുറത്തു വിടാൻ പറ്റില്ല, പക്ഷെ അവർ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഇൻഡസ്ട്രികളാണ് അലൈഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. പിന്നെ ഈ പാക്കേജിംഗ് മാത്രമല്ല, ഫുഡ് കളർ, ഫുഡ് ഫ്ലേവർ, പിന്നെ ഫുഡിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽസ്, ആസിഡുലൻസ്, പ്രിസർവേറ്റീവ്സ്, അങ്ങനെ കുറെ സംഭവങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് ഫുഡിൽ, അഡിറ്റീവ്സ്. ഇതിനെയെല്ലാം നമ്മൾ അലൈഡ് ഇൻഡസ്ട്രീസിലാണ് ഉൾപ്പെടുന്നത്. കെമിക്കൽ മാനുഫാക്ചറേഴ്സ്, നമ്മുടെ ഫുഡിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽസ്, പാക്കേജിങ്, കളർ, ഫ്ലേവർ, ഇതിനെയെല്ലാം നമ്മൾ അലൈഡ് ഇൻഡസ്ട്രീസിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അത്രയാണ് ഫുഡ് ഇൻഡസ്ട്രി. ഫുഡ് ഇൻഡസ്ട്രിയിൽ 2 ക്ലാസിഫിക്കേഷനും ഉണ്ട്, അതുപോലെ തന്നെ അലൈഡ് ഇൻഡസ്ട്രീസും വരുന്നുണ്ട്. നെക്സ്റ്റ് ആണ് പ്രോസസ്സിംഗ് ആൻഡ് വാല്യൂ അഡിഷൻ. പ്രോസസ്സിംഗ് ആൻഡ് വാല്യൂ അഡിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ
ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് പ്രൊഡക്ഷനിലൊക്കെ അഞ്ചാമത്തെ റാങ്കിലൊക്കെ നിൽക്കുന്നതാണ്. അപ്പൊ നന്നായിട്ട് നമ്മുടെ നാട്ടിൽ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൃഷി നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെ നന്നായിട്ട് പ്രോസസ്സ് ചെയ്യുകയോ നന്നായിട്ട് വാല്യുവേഷൻ ചെയ്യുകയോ ചെയ്യുന്നില്ല. പണ്ട് കാലങ്ങളിൽ തുടക്കങ്ങളിലൊക്കെ നന്നായിട്ട് പ്രോസസ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പ്രൊഡ്യൂസ് ഉണ്ടായി, കുറെ പൈനാപ്പിൾ ഉണ്ടായി. ആ പൈനാപ്പിൾ ചീത്തയാകാതെ പോസ്റ്റ് ഹാർവെസ്റ്റ് നമ്മൾ അതിനെ ഹാർവെസ്റ്റ് ചെയ്തതിനു ശേഷം നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിച്ച് അതിന് ഡാമേജ് വരാതെ ഇൻഡസ്ട്രികൾസിൽ എത്തിയിട്ട് അതിനെ പ്രോസസ്സ് ചെയ്ത് നന്നായിട്ട് പ്രോസസ്സ് ചെയ്ത് ഓരോ സ്റ്റെപ്പിലും നമ്മൾ നല്ല കെയർ കൊടുത്തില്ലെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് ചീത്തയായി പോകില്ലേ. അപ്പൊ അങ്ങനെ കെയർ കൊടുത്ത് പ്രോസസ്സ് ചെയ്ത് നല്ല പ്രൊഡക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിരുന്നില്ല. വാല്യൂ അഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ വാല്യൂ കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേടായി പോകുന്നൊരു മാങ്ങ കുറച്ചുകൂടെ ഇരുന്നാൽ കേടായി പോകില്ലേ. അപ്പൊ കേടായി പോകുന്നതിന് മുന്നേ അതിനെ നല്ല പ്രൊഡക്റ്റുകളായിട്ട് വിലയുള്ള പ്രൊഡക്റ്റുകളായിട്ട് കൺവേർട്ട് ചെയ്യുക. നമുക്ക് നല്ല വാല്യൂ കിട്ടണം. അതിന് നല്ല വാല്യൂ കിട്ടാൻ ചീത്തയായി പോകുന്ന നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് ജാമായിട്ടോ ജില്ലയായിട്ടോ ഒക്കെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു വാല്യൂ അഡീഷൻ ആണ്. അപ്പൊ ആദ്യമൊന്നും ഇതിന് വലിയ പ്രിവലൻസ് നമ്മുടെ നാട്ടിൽ ഇല്ലായിരുന്നു. പിന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ ഇടപെടലും പോളിസീസ് നല്ലൊരു പോളിസീസിന്റെ ഒക്കെ ഭയങ്കര ലാക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആ പോളിസീസ് ഒക്കെ നല്ലൊരു നാഷണൽ പോളിസീസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് വഴി എന്ത് ചെയ്യാൻ പറ്റും, പോസ്റ്റ് ഹാർവെസ്റ്റ് ഒക്കെ കുറച്ചും കൂടി ശ്രദ്ധിച്ചു. ഹാർവെസ്റ്റിന് ശേഷം ഇതൊന്നും നശിക്കാതെ ഇതൊന്നും കേടാവാതെ സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുക. ഓരോ സ്റ്റെപ്സിനും അവരെ നമ്മൾ നന്നായിട്ട് പ്രോഗ്രസിനെയൊക്കെ ചെക്ക് ചെയ്തിട്ട് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ഇൻഡസ്ട്രികളിൽ എത്തിച്ചു. ഇൻഡസ്ട്രികളിൽ അതിനെ നന്നായിട്ട് പ്രോസസ്സ് ചെയ്യാനായിട്ട് കുറെ എക്യുപ്മെന്റ്സ്, കുറെ മെഷീൻസ്, കുറെ ഐഡിയാസ് അതൊക്കെ വേണ്ടേ. അതിന്റെയൊക്കെ ഫിനാൻഷ്യൽ സപ്പോർട്ടുകളൊക്കെ കൂടി വേണം. അങ്ങനെയൊക്കെ ഉള്ളത് വഴി എന്താണ് നല്ല വാല്യുവേറ്റഡ് പ്രൊഡക്ട്സ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നന്നായിട്ട് പ്രോസസ്സ് ചെയ്യണമെങ്കിലും നന്നായിട്ട് വാല്യുവേഷൻ വേണമെങ്കിലും കുറെ കാര്യങ്ങളുണ്ട്. ഒരു ഒരു ജസ്റ്റ് ഫാമിംഗ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ലെന്നാണ് ഇവിടെ പറയുന്നത്. ഫാമിങ്ങിന്റെ കൂടെ നമ്മൾ ഒരുപാട് ഇൻഡസ്ട്രീസ് പുതിയ ടെക്നോളജീസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് നല്ലൊരു വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് ഏതാണ്? നാഷണൽ ഫുഡ് പ്രോസസ്സിംഗ് പോളിസി. നാഷണൽ ഫുഡ് പ്രോസസ്സിംഗ് പോളിസി ഇത് നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു പോളിസിയാണ്. നാഷണൽ ഫുഡ് പ്രോസസ്സിംഗ് പോളിസി എന്ന് പറയുന്നത് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തൊരു പോളിസിയാണ്. ഈ പോളിസിയുടെ പ്രത്യേകത എന്താണ്? ഈ പോളിസിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്തു, ഫാർമേഴ്സിനെയും അതുപോലെ തന്നെ നമ്മുടെ മോഡേൺ ടെക്നോളജിയും ഒരുമിച്ച് കൊണ്ടുപോയി. ഫാർമേഴ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ എന്താണ് ഗുണം? അവർ നന്നായിട്ട് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ചെയ്യും. അവരുടെ വിളകളൊക്കെ നന്നായിട്ട് കൂട്ടും. അതുവഴി നമുക്ക് എന്ത് കിട്ടും? മോഡേൺ ടെക്നോളജിയും കൂടെ യൂസ് ചെയ്യുമ്പോൾ ഇതിനെയൊക്കെ നന്നായിട്ട് സൂക്ഷിച്ച് നല്ല ഒരു പ്രോസസ്സിങ് ചെയ്ത് നല്ല വാല്യുവേറ്റഡ് പ്രൊഡക്ട്സിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. എന്താണ് ഈ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാര്യം? ഈ പിക്ചറിൽ കൊടുത്തേക്കുന്ന കണ്ടോ, നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ഒരുപാട് ലോസ് ആവുന്നുണ്ട്. സീരിയൽസിന്റെ ഒക്കെ 6% ലോസ് ആണ്. എന്ന് വെച്ചാൽ സീരിയൽസിന്റെ കുറെ പുറം ഒരു ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പുറത്തെ ആ കവറിങ് കോട്ടിനൊക്കെ കളയില്ലേ, അതിനെയൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രോസസ് ചെയ്ത് വേറെ പ്രൊഡക്ട്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യൂടെ. അങ്ങനെയാണ് മിൽക്കിൽ 0.8%, പോൾട്ടിൽ 3.7%, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ 18% ലോസ് ആണ്. ഇതൊക്കെ നമുക്ക് ഭയങ്കര നഷ്ടമല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് നാഷണൽ ഫുഡ് പ്രോസസിംഗ് പോളിസി ഇംപ്ലിമെന്റ് ചെയ്തത്. ഒരു ഭയങ്കര നല്ല ഒരു പോളിസി ആയിരുന്നു. അത് കാരണം നമ്മുടെ മോഡേൺ ടെക്നോളജീസിനെ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താണ് ചെയ്തത്. പ്രോസസ്സേഴ്സിനെയും നമ്മൾ എന്തുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തു? ടെക്നോളജി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തു. അതുവഴി നമ്മൾ എന്ത് ചെയ്തു? ഗവൺമെന്റ് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് എക്കണോമി, എൻവയോൺമെന്റ്, സൊസൈറ്റി ഇതൊക്കെ വഴി നമ്മുടെ ഫുഡ് പ്രോസസ്സിംഗിൽ ഒരു വലിയൊരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ഒരു എക്സാമ്പിൾ പറയാം. നമ്മള് ഇപ്പൊ ഒരു ടൊമാറ്റോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാർമർ ഉണ്ട്. പക്ഷെ ആ ഫാർമറിന് പുതിയ ടെക്നോളജി ഒന്നുമില്ല, എക്കണോമി ഒന്നുമില്ല. അപ്പൊ അയാളത് ചീത്തയാവുന്നത് വരെ അല്ലെങ്കിൽ അതിനെ സെയിൽ തീരുന്നത് വരെ അതിനെ വിറ്റ് തീർക്കുക, അങ്ങനെയാണ് ചെയ്യുക. പക്ഷെ മോഡേൺ ടെക്നോളജി ഇതിൽ വന്നപ്പോൾ ഉള്ള ഗുണം എന്താണ്? ടൊമാറ്റോ കുറെ ഉണ്ടായി. ഫാർമർ കുറെ ലാൻഡിൽ കുറെ ഉണ്ടാക്കില്ലേ, കുറെ ടൊമാറ്റോ ഉണ്ടായി. ആ ടൊമാറ്റോയെ ആദ്യം ഒരു കോൾഡ് സ്റ്റോറേജ്, ഒരു മോഡേൺ ടെക്നോളജി ഇവിടെ കൊണ്ടുവന്നു, കോൾഡ് സ്റ്റോറേജ് കൊണ്ടുവന്നു. അപ്പൊ നന്നായിട്ട് കോൾഡ് സ്റ്റോറേജിൽ മെയിൻറ്റെയിൻ ചെയ്ത് എന്താണ് കുറെ നാളിരിക്കും. പിന്നെ ഒരു ട്രാൻസ്പോർട്ടേഷൻ കൊണ്ടുവന്നു, അതിലും കോൾഡ് സ്റ്റോറേജ് ഉണ്ട്. അപ്പൊ ഒരു വണ്ടിയിൽ AC ഉള്ള ഒരു വണ്ടിയാണ്. അപ്പൊ അത് നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരുന്നവരെ ചീത്തയായിരിക്കും. അപ്പൊ ഇൻഡസ്ട്രിയിൽ ഇത് ഫ്രഷ് ആയിട്ട് എത്തും. ഫ്രഷ് ആയിട്ട് എത്തുമ്പോൾ നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് വാല്യുവേറ്റഡ് പ്രൊഡക്റ്റ്, ജാമോ അല്ലെങ്കിൽ എന്താണ് കെച്ചപ്പ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ എന്താണ് അതിന് കുറച്ചും കൂടി നല്ല വാല്യൂ കിട്ടിയില്ലേ. അപ്പൊ അത് ഫാർമറിന് നല്ലതാണ്, നമ്മുടെ മോഡേൺ ടെക്നോളജി യൂസ് ചെയ്യുന്നവർക്കും നല്ലതാണ്, നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡെവലപ്മെന്റിനും നല്ലതാണ്. എന്താണ് എക്കണോമിക്കലി നമ്മുടെ ഇന്ത്യ നല്ലൊരു ഫുഡ് പ്രോസസ്സിംഗിൽ ഒരു നല്ല നിലയിലേക്ക് വന്നു. അങ്ങനെ നമ്മുടെ പ്രൊഡ്യൂസുകളുടെ വേസ്റ്റേജ് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് നാഷണൽ
ഫുഡ് പ്രോസസ്സിംഗ് പോളിസി ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടുള്ള ഗുണം. ഒരു നല്ല സ്കീമാണ് കൊണ്ടുവന്നത്. നെക്സ്റ്റ് ആണ് ഫുഡ് ട്രേഡ് എന്ന് പറഞ്ഞാൽ. ഫുഡ് ട്രേഡ് എന്താണ്? ഫുഡ് ട്രേഡ് ചെയ്യാൻ തുടങ്ങി, നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് കയറ്റിവിടാൻ തുടങ്ങി, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ തുടങ്ങിയതാണ് ഫുഡ് ട്രേഡ് എന്ന് പറഞ്ഞാൽ. ഫുഡ് ട്രേഡ് എന്ന് പറഞ്ഞാൽ ആദ്യം ട്രേഡ് എന്ന് പറയുമ്പോഴേ നമ്മുടെ നാട്ടിൽ ആദ്യം കൊണ്ടുവന്നതെന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിൽ കുറെ ആൾക്കാർക്ക് ലോ ഇൻകം ആയിട്ട് കുറെ ബിലോ പോവർട്ടി ലൈനിലുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് റേഷൻ ഇംപ്ലിമെന്റ് ചെയ്ത് എങ്ങനെയാണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം PDS വഴി, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി നമ്മൾ ഫാർമേഴ്സിൽ നിന്ന് എന്താണ് നമ്മൾ ഫാർമേഴ്സിന് ഇപ്പൊ റൈസ് എടുത്തു, റൈസ് കളക്ട് ചെയ്യും ഗവൺമെന്റ്, ഫാർമേഴ്സിൽ നിന്ന് റൈസ് കളക്ട് ചെയ്യും, അവർക്ക് പൈസ കൊടുത്തിട്ട് റൈസ് കളക്ട് ചെയ്യും. അതിന് എന്നിട്ട് സബ്സിഡി റേറ്റിൽ വില കുറച്ചിട്ട് ആർക്ക് കൊടുക്കും? ലോ ഇൻകം ഗ്രൂപ്പ്സിന് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, റേഷൻ ഷോപ്സ് ഒക്കെ വഴി കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ് ഗുണം? അവർക്ക് എല്ലാവർക്കും ഈ ഫുഡ് എത്താനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് ആദ്യം ഒരു ട്രേഡ് എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ടായത്. അതിനുശേഷം ഇതിനെ പുറത്തേക്ക് കയറ്റി വിടുക, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കടത്തി വിടുക, അങ്ങനെയുള്ള ഒരു ട്രേഡ് എന്നുള്ള ഇതിലേക്ക് വന്നു. ട്രേഡ് എന്ന് പറഞ്ഞപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അതിന്റെ റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ആ റെഗുലേഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ നമുക്ക് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ. അതിന്റെ എക്സ്പോർട്ടിങ്ങിനും ഇമ്പോർട്ടിങ്ങിനും ഒക്കെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വന്നു. അപ്പോഴാണ് ഫുഡ് സേഫ്റ്റി നല്ല പ്രിവലന്റ് ആയത്. നല്ല സേഫ് ഫുഡ്സിനെ മാത്രമേ ഇങ്ങോട്ട് കയറ്റി വിടാനൊക്കെ പറ്റുള്ളൂ. ഇങ്ങോട്ട് വരുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ നമ്മൾ ഫുഡ് ട്രേഡിൽ നമ്മളൊന്ന് ഡെവലപ്പ് ചെയ്ത് വന്നു. ആ ട്രേഡ് എന്ന് പറഞ്ഞൊരു ടേം നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രേഡ് ഇവിടെ കൊടുത്തേക്കുന്നത്. അത്രേ ഉള്ളൂ ഇതിലെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എവിടെയൊക്കെ പഠിച്ചു എന്ന്? നമ്മൾ ആദ്യം ഫുഡ് ആസ് സോഴ്സ് ഓഫ് ന്യൂട്രിയൻസ് പഠിച്ചു, കാർബ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻ, മിനറൽസ് പഠിച്ചു, ക്യൂസൈൻസ് പഠിച്ചു. ഒരു പാചക രീതിയാണ് ഇന്ത്യൻ ക്യൂസൈൻസ്, അറബിക്, അതൊക്കെ വന്ന് കൊടുക്കുക. കൺസംഷൻ ട്രെൻഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കൺസംഷൻ ട്രെൻഡ്സ് കൂടി തന്നെ എങ്ങനെയാണ്? കൺസ്യൂമറിസം കൂടി. ഫുഡ് ഇൻഡസ്ട്രീസിൽ നമ്മൾ 4 സെഗ്മെന്റ്സും പഠിച്ചു, പ്രൊഡക്റ്റ് ലൈൻസ് പഠിച്ചു, അലൈഡ് ഇൻഡസ്ട്രീസ് പഠിച്ചു. പ്രോസസ്സിംഗ് ചെയ്യുക, വാല്യൂഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുക. അതിൽ ഇന്ത്യയിലെ കുറച്ച് കണക്കുകളൊക്കെ പറയുന്നുണ്ട്, അത് ജസ്റ്റ് നിങ്ങൾ വായിച്ചു വിട്ടാൽ മതി. പിന്നെ നാഷണൽ ഫുഡ് പ്രോസസ്സിംഗ് പോളിസി ഇംപ്ലിമെന്റ് ചെയ്തു. ഫുഡ് ട്രേഡിനെ പറ്റിയിട്ട് പറഞ്ഞു. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ഫുഡ് ബേസിക്സിൽ പഠിച്ചത്. ഇതിൽ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഫുഡ് ചെയിൻ ഇമ്പോർട്ടന്റ് ആണ്. ഫുഡ് ചെയിൻ ഇമ്പോർട്ടന്റ് ആണ്. ഇല്ലുസ്ട്രേറ്റ് ചെയ്യാനായിട്ടൊക്കെ ചിലപ്പോൾ ചോദിക്കാം. ഫുഡ് കോൺസ്റ്റിറ്റ്യുവൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഫുഡിന്റെ ഫംഗ്ഷൻ വെരി മച്ച് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ക്യൂസൈൻസ്, ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ നോക്ക്. നാഷണൽ ഫുഡ് പ്രോസസ്സിംഗ് പോളിസി ഒന്ന് നോക്കി വെച്ചേക്കണം. അപ്പൊ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഓരോ ടേമിലൊക്കെ ചോദിച്ചിട്ടുള്ള ടേം എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് ഇതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. വേറെ ഒന്നും നോക്കണ്ടെന്നല്ല, നമ്മൾ ജസ്റ്റ് നോക്കുവാണ്. ഏതൊക്കെ ചോദിച്ചിട്ടുണ്ട്? ഇല്ലുസ്ട്രേറ്റ് ഫുഡ് ചെയിൻ. ഒരു ഫുഡ് ചെയിൻ ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? നമുക്കൊരു അക്വാട്ടിക് സിസ്റ്റത്തിന്റെ ഫുഡ് ചെയിൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് എഴുതിയാലും മതി, ഇല്ലെങ്കിൽ എഴുതുമ്പോൾ ഇങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കണം. വരയ്ക്കാൻ അറിയാവുന്നവർക്ക് വെറുതെ ചെറുതായിട്ടൊന്ന് വരയ്ക്കാം. പിന്നെ ക്യൂസൈൻസ് എന്താണ്? ക്യൂസൈൻസ് എന്ന് പറഞ്ഞൊരു ട്രഡീഷനെ അല്ലെങ്കിൽ ഒരു കൾച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കുക്കിംഗ് പ്രാക്ടീസ് ആണ്. 9 സിഗ്നിഫിക്കന്റ് ക്യൂസൈൻസ് ഉണ്ട് ഓൾ ഓവർ ദ വേൾഡ്. ഇന്ത്യയിലാണെങ്കിൽ 4 ക്യൂസൈൻസ് ഉണ്ട്. പിന്നെ എന്താണ്? സൈക്കോളജിക്കൽ, ഈ 5 എന്നുള്ളത് അതിൽ തെറ്റായിട്ട് കയറി വന്നതാണ്. 5 അവിടെ ഇല്ല. അതുപോലെ തന്നെ ഒരു 15 ഇവിടെ വന്നിട്ടുണ്ട്. ഇലാബറേറ്റ് ഓൺ ദി സൈക്കോളജിക്കൽ ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് സൈക്കോളജിക്കലി ഉള്ള ഫംഗ്ഷൻ എന്ന് പഠിച്ചു. ഡയറ്ററി ഫൈബർ നമ്മൾ ഇന്ന് പഠിച്ചില്ലേ? ഡയറ്ററി ഫൈബറിന്റെ വേറെ പേരെന്താണ്? ഫൈബർ അല്ലെങ്കിൽ റഫ് വേജ്. ഫുഡ് സേഫ്റ്റി ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഫുഡ് സേഫ്റ്റി എന്നാണ് വന്നത്? എപ്പോഴാണ് വന്നത്? സേഫ് ഫുഡ് കഴിക്കേണ്ട ആവശ്യമാണ്. ഫുഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ വെറും സ്പോയിലേജ് പ്രിവെന്റ് ചെയ്യാൻ മാത്രമല്ല, എന്താണ്? ഫുഡിനെ നമ്മൾ സേഫ് ആയിട്ടുള്ള ഫുഡിനെ മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. നെയിം ദ ന്യൂട്രിയൻസ് ദാറ്റ് ആർ റിക്വയർഡ് ബൈ ദി ഹ്യൂമൻ ബോഡി ആൻഡ് ഡിസ്ക്രൈബ് ദിയർ ഫങ്ഷൻസ് ഇൻ ഡീറ്റെയിൽ. നമ്മുടെ ബോഡിയിൽ വേണ്ട ന്യൂട്രിയൻസ് ഏതൊക്കെയാണ് ഇന്ന് നമ്മൾ പഠിച്ചില്ലേ? കാർബ്, പ്രോട്ടീൻ, പിന്നെ ഏതാണ്? കാർബ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽ റിച്ച് ഫുഡ്സ്. അത് ഏതൊക്കെയാണെന്ന് എഴുതുക. അതിന്റെ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻസും എഴുതുക. പിന്നെ ഫുഡ് ചെയിൻ ചോദിച്ചിട്ടുണ്ട്. സെഗ്മെന്റ്സ് ചോദിച്ചു. സെഗ്മെന്റ്സ് ചോദിച്ചാൽ പ്രൊഡക്ഷൻ, പ്രോസസിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മാർക്കറ്റിംഗ് ആണ് എഴുതേണ്ടത്. റഫേജ് ചോദിച്ചു. റഫേജ് എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയണം ഏതാണ് ഡയറ്ററി ഫൈബർ ആണ് ചോദിച്ചതെന്ന് അറിയണം. മേജർ ഫംഗ്ഷൻസ് ഫുഡ് ചോദിച്ചാൽ 3 എഴുതണം. ഫിസിയോളജിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ ഫംഗ്ഷൻ എഴുതണം. അതിൽ ഫിസിയോളജിക്കലിൽ വരുന്ന ഡിവിഷൻസും എഴുതണം. പിന്നെ എന്താണ്? ഫുഡും അതുപോലെ തന്നെ ഫംഗ്ഷൻസ് ഓഫ് എനി ടു കമ്പോണൻസ് ഓഫ് ഫുഡും അതുപോലെ തന്നെ ഫംഗ്ഷൻസ് ഓഫ് എനി ടു കമ്പോണൻസ് ഓഫ് ഫുഡ് ചോദിച്ചാൽ പ്രോട്ടീൻ, കാർബ് അതൊക്കെ എഴുതുക. ഫംഗ്ഷൻസ് ചോദിച്ചാൽ അതിൽ കാർബ്, പ്രോട്ടീനെ പറ്റി അതിന്റെ യൂസേജും ഫംഗ്ഷൻസും എക്സാമ്പിൾസും ഒക്കെ നമ്മൾ പഠിച്ചത് അത് എഴുതുക. പിന്നെ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻസ് ഓഫ് ബി കോംപ്ലക്സ് വൈറ്റമിൻസ് എന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ബി കോംപ്ലക്സ് വൈറ്റമിൻസ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനുള്ള ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അതൊന്നും എഴുതുക. ഇതൊക്കെ ചെറിയ മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്, അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട. പിന്നെ വേരിയസ് ഫംഗ്ഷൻസ് ഓഫ് ഫുഡ് ഉണ്ട്. ഫംഗ്ഷൻസ് ഓഫ് ഫുഡിൽ നിന്ന് ഒരുപാട് ചോദ്യം വന്നിട്ടുണ്ട്.
മേജർ ഫുഡ് കമ്പോണൻസ് എന്നും ഒരുപാട് ചോദ്യം. ഇപ്പൊ ഫുഡ് കോൺസ്റ്റിറ്റ്യുവൻസ്, ഫുഡിന്റെ ഫങ്ഷൻസ്, ഇതൊക്കെ ബാക്കിയുള്ള നമ്മുടെ ഇന്ന് പഠിപ്പിച്ചതിൽ അതൊക്കെ ചോദിച്ചിട്ടുള്ളൂ. ആഹ് ഈ കൺസംഷൻ ട്രെൻഡ്സ്, ഫുഡ് ട്രേഡ്, അതൊന്നും അതിൽ നിന്നും ചോദ്യങ്ങൾ കണ്ടിട്ടില്ല. എങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കോർഡിനേറ്ററുമായിട്ട് കോൺടാക്ട് ചെയ്യുക. എന്തെങ്കിലും ബുദ്ധിമുട്ട്, എന്തെങ്കിലും ടീച്ചിങ് രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം, കുറച്ചും കൂടി സ്ലോ ആക്കണം, കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കണം, അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവേത് പറയുക. ബുദ്ധിമുട്ട് നിങ്ങളുടെ ക്ലാസ് കേൾക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോർഡിനേറ്ററുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അതിനനുസരിച്ചിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.